തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് പോയ എയർ ഇന്ത്യ 2455 വിമാനം ചെന്നൈയിൽ അടിയന്തരമായി ഇറക്കി. റഡാറിലെ തകരാറിനെ തുടർന്നാണ് എമർജൻസി ലാൻഡിംഗ് നടത്തിയത്. വിമാനത്തിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാരടക്കം 160 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് പോയ എയർ ഇന്ത്യ 2455 വിമാനമാണ് ചെന്നൈയിൽ അടിയന്തരമായി ഇറക്കിയത്. റഡാറിലെ തകരാറിനെ തുടർന്നായിരുന്നു എമർജൻസി ലാൻഡിംഗ്. വിമാനത്തിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാരായ KC വേണുഗോപാൽ, അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, K രാധാകൃഷ്ണൻ, തമിഴ്നാട്ടിൽ നിന്നുള്ള MP റോബർട്ട് ബ്രൂസ് എന്നിവരടക്കം 160 യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. വൈകിട്ട് 7:15 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ട വിമാനം അരമണിക്കൂറോളം വൈകിയാണ് പുറപ്പെട്ടത്. സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് ചെന്നൈയിൽ ലാൻഡ് ചെയ്യുകയായിരുന്നു. ചെന്നൈ വിമാനത്താവളത്തിന് മുന്നിൽ 1 മണിക്കൂർ പറന്നതിന് ശേഷമായിരുന്നു അടിയന്തര ലാൻഡിംഗ്. റൺവേയിൽ മറ്റൊരു വിമാനം എത്തിയിരുന്നതായാണ് ആദ്യം വിവരം ലഭിച്ചത്. റഡാറുമായുള്ള ബന്ധം തകരാറിലായതോടെയാണ് വിമാനം വഴിതിരിച്ചു വിട്ടതെന്നാണ് എയർ ഇന്ത്യ വിശദീകരിക്കുന്നത്. അടിയന്തര ലാൻഡിംഗിൽ സുരക്ഷാ വീഴ്ചയില്ലെന്നും റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നില്ലെന്നും കമ്പനി മറുപടി നൽകി. എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ആദ്യ ലാൻഡിംഗ് ഒഴിവാക്കിയതെന്നാണ് എയർ ഇന്ത്യ വിശദീകരിക്കുന്നത്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.